നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 9 ആണ്. മൊഡ്യൂൾ 9 ഏതാണ്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻസ്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓക്കെ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഫെമിലർ ആയിട്ടുള്ള ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത് സെഗ്മെൻറ്റേഷൻ. എന്തുവരും സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വൈഡായിട്ട് നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എന്ത് ആയിക്കോട്ടെ, അത് വൈഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ വൈഡായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ്റഗറിയുടെ ബേസിസിൽ, സ്പെഷ്യൽ കാറ്റഗറിയുടെ ബേസിസിൽ നമ്മുടെ കയ്യിലുള്ള ആ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല പാർട്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയാസിൽ ഏത് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണോ നമ്മൾ ബ്രേക്ക്, ഇപ്പോൾ 5 ആയിട്ട് നമ്മളതിനെ ബ്രേക്ക് ചെയ്തു. 5 ഫാക്ടേഴ്സിൻ്റെ ബേസിസ് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ആ സെഗ്മെന്റേഷൻ നമ്മുടെ എവിടെ ആപ്ലിക്കബിൾ ആണ്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് ആപ്ലിക്കബിൾ ആക്കുമ്പോൾ അതിന് പറയുന്ന പേരെന്തായിരിക്കും, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനകത്ത് വൈഡ് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നേച്ചേഴ്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മുടെ ആ ഒരു പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏജിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ജോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ ബേസിസിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലോ ആ മാർക്കറ്റിനെ എന്ത് ചെയ്യുവാണ്, ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മാത്രം എന്ത് ചെയ്തേച്ചാൽ മതി, കോൺസെൻട്രേറ്റ് ചെയ്തേച്ചാൽ മതി. അതൊരു ഈസി പ്രോസസ്സാണ്. നമുക്കപ്പോൾ ആ ഒരു ഏരിയാസിൽ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഫോട്ടോകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഓവർ വ്യൂ ആയിട്ട് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീപ്പായിട്ട് അത് എന്താണെന്നൊന്നും കൂടെ നമുക്ക് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ്. എന്ത് ഡിവൈഡ് ചെയ്യാണ്, മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാണ്. ഏതിൻ്റെ ബേസിസിലാണ്? നമ്മൾ ചുമ്മാ കയറി മാർക്കറ്റിനെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു എന്തെങ്കിലും ഒരു കാറ്റഗറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സിൻ്റെയോ ആട്രിബ്യൂട്ട്സിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ ഒക്കെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹോൾ മാർക്കറ്റിനെ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ഹോൾ മാർക്കറ്റ് ഇൻടു, എന്തായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ഏതിൻ്റെ ബേസിസിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തെങ്കിലും ഒരു നീഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഹോൾ മാർക്കറ്റിനെ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ് എന്ന് കണ്ടാൽ അത് ഏതാണെന്ന് ഉറപ്പിച്ചോണം, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. അതല്ല നമ്മൾ ടൈപ്പ് പഠിക്കുന്നുണ്ട് ഏതിൻ്റെയൊക്കെ ബേസിസിലാണെന്ന് പറയുന്നുണ്ട്. ഏജിൻ്റെ ബേസിസിലാകുമ്പോൾ അത് അതിൻ്റെ ഒരു സബായിട്ട് വരും, നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ ബേസിസിൽ വരും, അതായിട്ട് വരും. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള ആദ്യം പഠിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കണ്ടാൽ അത് എന്താണ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണെന്ന് ഉറപ്പിച്ചോണം. ഈ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെന്റഡ് ഓർ ഡിവൈഡ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലെങ്കിൽ ഡിവൈഡ് അല്ലെങ്കിൽ വേർതിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റിനെ നമ്മൾ ഇങ്ങനെ സെഗ്മെന്റുകളാക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ ഡിഫറെൻറ്റ് നീഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ ബേസിസിലായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ് ആ ഹോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നാ പറയുന്നത്? ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് ഏജിന്റെ ബേസിസിൽ, ജെൻഡറിന്റെ ബേസിസിൽ, ഇൻകത്തിന്റെ ബേസിസിൽ, എഡ്യൂക്കേഷൻ ആൻഡ് ഒക്കുപേഷന്റെ ബേസിസിൽ. ഇപ്പൊ ഏജിന്റെ ബേസിസിൽ എടുത്തു കഴിഞ്ഞാൽ
എന്താ ടീനേജ് കാണും, അഡൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിസൺ കാണും, സീനിയർ സിറ്റിസൺ കാണും. അങ്ങനെ ഒരു ഏജിന്റെ ബേസിസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ വരുന്ന ആൾക്കാർ ഒരു കാറ്റഗറി, അത് കഴിഞ്ഞിട്ട് ആ വയസ്സിന് മുകളിൽ വരുന്ന ആൾക്കാർ വേറൊരു കാറ്റഗറി. അങ്ങനെ നമുക്ക് ഏജിന്റെ ബേസിസ് ഡിവൈഡ് ചെയ്യാം. ദെൻ ഇൻകത്തിന്റെ ജെൻഡറിന്റെ ബേസിസിൽ എങ്ങനെയായിരിക്കും, ഫീമെയിലെന്നോ അല്ലെങ്കിൽ മെയിലെന്നോ അല്ലെങ്കിൽ അതർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻകത്തിന്റെ ബേസിസിൽ ഇത്ര തൊട്ട് അല്ലെങ്കിൽ ആനുവൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മന്ത്ലി ഇൻകം നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്, ഗ്രേറ്റർ ദാൻ 10,000 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 20,000 അവരെ ഒരു കാറ്റഗറി, അതിൽ കൂടുതൽ വരുന്ന ആൾക്കാർ അടുത്ത കാറ്റഗറി. അങ്ങനെ ഇൻകത്തിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യാം. ദെൻ എഡ്യൂക്കേഷന്റെ ബേസിസിൽ, അതായത് എന്താണ് പിന്നെ SSLC +2 ഗ്രാജുവേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേഷൻസ്, അതിന് മുകളിൽ എബോവ് അതല്ലെങ്കിൽ അതിലും താഴെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ബേസിസിൽ. ദെൻ ഒക്കുപേഷൻ്റെ ബേസിസ്, സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും ചിലർ പ്രൈവറ്റ് എംപ്ലോയീസ് ആയിരിക്കും, ചിലർ പബ്ലിക് എംപ്ലോയീസ് ആയിരിക്കും, ചിലർ NRI ആയിരിക്കും, ചിലപ്പോൾ അവർ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒക്കുപേഷൻ്റെ ബേസിസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നീഡ്സ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഏതിൻ്റെയൊക്കെ ബേസിസിലാവാം എന്നാണ് പറഞ്ഞത്. ഒന്ന് ഡിപ്പെൻഡ് അപ്പോൺ ദ ഏജ്, കസ്റ്റമേഴ്സിൻ്റെ ഏജിൻ്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ അവരുടെ ജെൻഡറിൻ്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ ഒക്കുപേഷൻ്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ബേസിസ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻറ്റു ഡിഫറെൻറ്റ് ഹോമോജീനിയസ് സെഗ്മെന്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ്. എന്താ ഡിവൈഡ് ചെയ്യുന്നത്, ഹെട്രോജീനിയസ് സെഗ്മെന്റേഷൻ. ഹെട്രോജീനിയസ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് നേച്ചറിൽ വരുന്ന സെഗ്മെന്റേഷൻ. അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഇൻറ്റു ഹോമോജീനിയസ് സെഗ്മെന്റേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രോഡക്ട്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ എന്തെങ്കിലും ഒരു ബ്രാൻഡിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരുടെ കയ്യിലത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്ത് നമ്മൾ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യാണ്. അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം എന്താണ് അഡൾട്ടായി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് സിറ്റിസൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് പിന്നെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വയസ്സോട് ഇത്ര വയസ്സ് വരെ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജോലി ഉള്ളവരായിരിക്കും, ജോലി ഇല്ലാത്തവരായിരിക്കും, അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻ കൂടുതലുള്ളവരായിരിക്കും, എഡ്യൂക്കേഷൻ കുറവുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ പല പല കാറ്റഗറി വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്, ആ ഫോണിൻ്റെ സാറ്റിസ്ഫാക്ഷനെ പറ്റി നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഹെട്രോജീനിയസ് എന്നാണ്, ഹെട്രോജീനിയസ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇനിയും അപ്പം നമ്മൾ പറയുന്നത് എന്ത് ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ഹെട്രോജീനിയസ് പല നേച്ചറിൽ വരുന്ന ആൾക്കാരാണ് ഹെട്രോജീനിയസ്. അവരെ നമ്മൾ എന്ത് ചെയ്തു, അതായത് 20 വയസ്സിന് താഴോട്ടുള്ള ഒരാൾ ഒരു സെക്ഷന്, 20 തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർ ഒരു സെക്ഷന്, എബോവ് 30 ഏജ് ഉള്ളവർ ഒരു. അപ്പോൾ അവരെ എന്തായാലും ഡിവൈഡ് ചെയ്തു, ഏജിന്റെ ബേസിസിൽ അവരെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു മാറ്റി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജെൻഡറിന്റെ ബേസിസിലായിരിക്കും, മെയില് ഫീമെയില് അതർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ജെൻഡറിന്റെ ബേസിസിൽ അവരെ അങ്ങ് മാറ്റി. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്തു, അങ്ങ് അവരെ മാറ്റി. അപ്പോൾ ഏജ് എടുക്കുവാണെങ്കിൽ ഏജിൽ ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു 10-20 പേരുണ്ടെങ്കിൽ അവരെല്ലാം എന്താണ്, ഏജ് എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് ക്യാരക്ടർ ആയിരിക്കും. സെയിം ഏജ് എന്ന് പറയുന്നതാണ് സെയിം ആയിട്ടുള്ള ഒരു സെഗ്മെന്റിന്റെ ബേസിസിലായിരിക്കും. ഇനിയും ജെൻഡർ ആണെങ്കിൽ ആ വരുന്ന ഒരു 10-20 പേര് ആ ഒരു ജെൻഡർ എന്ന് പറയുന്ന ഹോമോജീനിയസ് സെഗ്മെന്റേഷന്റെ ബേസിസിലായിരിക്കും. ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന ഒരു 19 പേര് എന്തിന്റെ ബേസിസിലായിരിക്കും, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഹോമോജീനിയസ് സെഗ്മെന്റേഷന്റെ ബേസിസിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സെഗ്മെന്റ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡിഫറെന്റ് നേച്ചറിൽ വരുന്ന കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്യാണ്, ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടേഴ്സിന്റെ ബേസിസിൽ അവരെ ഹോമോജീനിയസ് എന്നുള്ളൊരു കാറ്റഗറിയുടെ ബേസിസ് നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്.
Market segmentation is dividing of a firm's target market into group or subgroup. ഇനി ഒരു ഫേമിന്റെ കേസസിലാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ ഗ്രൂപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ആയിട്ടോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ഹോൾ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ നീഡ്സ് ആണ് ഏജും ജെൻഡറും ഇൻകവും ഒക്കുപേഷനും ഒക്കെ വരുന്നത്. അത് കൂടാതെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ്. എന്താ ഡിവൈഡ് ചെയ്യുന്നത്? ഹെട്രോജീനിയസ് സെഗ്മെന്റേഷനെ ഹോമോജീനിയസ് സെഗ്മെന്റേഷൻ ആയിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അവർക്ക് ടാർഗറ്റ് മാർക്കറ്റ് കാണും. ആ ടാർഗറ്റ് മാർക്കറ്റിനെ ഗ്രൂപ്പായിട്ടോ സബ് ഗ്രൂപ്പുകളായിട്ടോ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദ ഫാദർ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ്ലി പ്രപ്പോസ് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് പറയുന്നത്? ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് വെൻഡെൽ ആർ സ്മിത്ത് എന്ന് പറയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഫാദർ ഓഫ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് വെൻഡെൽ ആർ സ്മിത്ത് ആണ് എന്തെന്ന് പറയുന്നത്? ഫാദർ ഓഫ് സെഗ്മെന്റേഷൻസ്. അദ്ദേഹമാണ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് 1956 അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ കൂടെ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആർട്ടിക്കിളിന്റെ പേരെന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആസ് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്ത് 1956 ഡെൽ ആർ സ്മിത്ത് എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ പേരെന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആസ് ആൻ ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ട് നമ്മൾ ഒരു പ്രോഡക്ട്സിന്റെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രോഡക്റ്റിനെ എന്ത് ചെയ്തു? സെഗ്മെന്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിന്റെ ടാർഗറ്റ് നമ്മൾ സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ആ സെഗ്മെന്റിന്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രോഡക്ട്സിനെ ആ ഒരു ഏരിയാസിലേക്ക് ടാർഗറ്റ് ചെയ്യണം. ദെൻ പ്രോഡക്റ്റിന്റെ പൊസിഷനിങ് തീരുമാനിക്കണം. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് STP എന്നാണ് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. STP നമ്മുടെ മാർക്കറ്റിങ്ങിനകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് STP പ്രോസസ്സ്. ആ STPക്കകത്ത് S എന്ന് പറയുന്നത് എന്താണ്? സെഗ്മെന്റേഷൻ ആണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഏത്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാം. അതാണ് നമ്മുടെ സിലബസിനകത്തുള്ളത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ആ S എന്താണ്? സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റിങ്. T സ്റ്റാൻഡ് ഫോർ എന്താണ്? ടാർഗറ്റിംഗ്. ആൻഡ് P സ്റ്റാൻഡ് ഫോർ എന്താണ്? പൊസിഷനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. STP അല്ലെങ്കിൽ STP മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് STPയുടെ ഫുൾ ഫോം ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ എന്താണ്? S എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ ആണ്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റിംഗ് ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷനിങ് ആണ്. അപ്പോൾ STP സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻസ് പറയുവാണ്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, AMA, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ. മിക്കവാറും ഉള്ള മാർക്കറ്റിംഗിന്റെ ടേമുമായിട്ടുള്ള ഡെഫിനിഷൻസ് ഫിലിപ്പ് കോട്ടർ മാർക്കറ്റിംഗ് ഗുരുവായ ഫിലിപ്പ് കോട്ടർ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ തന്നെ ഒരു അസോസിയേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ. അവരാണ് മിക്കവാറും ഉള്ള ഡെഫിനിഷൻസും ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ആ ഒരു അസോസിയേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. എന്താ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹെട്രോജീനിയസ് മാർക്കറ്റ്. ഡിഫറെന്റ് മാർക്കറ്റിനെ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തോണ്ട് ഇൻറ്റു സ്മോളർ കസ്റ്റമർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആ ഹെട്രോജീനിയസ് ഡിഫറെന്റ് നേച്ചറിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ ഒരു സ്മോൾ കസ്റ്റമർ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ഹാവിങ് സർട്ടൺ, അങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം ഇത് അവർക്ക് ഒരുപോലെ എന്തോ ഉണ്ട്, കോമൺ ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് വെച്ചിട്ട് ആ ഫേം അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? ഏത് ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത്? അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഡെഫിനിഷനകത്ത് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എന്താ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻറ്റു സ്മോളർ കസ്റ്റമർ ഗ്രൂപ്പ് ഹാവിങ് എ സർട്ടൻ ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അത് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ ആരാ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫേം ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പറയാലോ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നും. ഹു ഇസ് എ ഫാദർ ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? വെൻഡൽ ആർ സ്മിത്ത് ആണ്. അദ്ദേഹം ആ കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് 1956 അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിന്റെ പേരെന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആസ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് അദ്ദേഹം ആ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് STP പ്രോസസ് എന്ന് പറയുന്നത്. S സ്റ്റാൻഡ് ഫോർ സെഗ്മെന്റേഷൻ, T സ്റ്റാൻഡ് ഫോർ ടാർഗറ്റിംഗ് ആൻഡ് P സ്റ്റാൻഡ് ഫോർ എന്താണ്? പൊസിഷനിങ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ഈ ഒരു മാർക്കറ്റിനെ നമ്മളിങ്ങനെ എന്താണ് ഹോൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു? ഹോമോജീനിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ നീഡ്സിൻ്റെയോ ബേസിസിൽ ഡിവൈഡ് ചെയ്തതിനെയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ നോക്കിയും ഫസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കസ്റ്റമറിന്റെ അണ്ടർസ്റ്റാൻഡിങ്, കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാൻസും നമുക്ക് പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഏതുകൊണ്ടാണ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻസ് കൊണ്ട്. എന്താ നോക്കി, ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഹെട്രോജീനിയസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഹോൾ മാർക്കറ്റിനെയാണ് നമ്മൾ എന്താ സ്മോൾ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തേക്കുന്നത്? ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഏതിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് such as ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത് ഏജ്, ജെൻഡർ, അതിന്റെ ബേസിസിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈഫ് സ്റ്റൈല്, ഇൻട്രസ്റ്റിന്റെ ബേസിസിൽ ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ അവർ സിറ്റുവേറ്റ് ചെയ്യുന്ന റീജിയന്റെ ബേസിസിൽ, സദേൺ റീജിയന്, നോർത്തേൺ റീജിയൻ, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതിൻ്റെയൊക്കെ ഒരു ബേസിസിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോൾ മാർക്കറ്റിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? സബ് മാർക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് പഠിച്ചത്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും അറിയപ്പെടുന്നത്? ഒന്ന് ഡെമോഗ്രാഫിക് എന്ന് പറയുന്ന ആ ഒരു അത്രയും വരുന്ന ആൾക്കാർ ഒരു സെക്ഷന്, ദെൻ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ വരുന്നവരൊന്ന്, സോഷ്യോ കൾച്ചറിന്റെ ബേസിസിൽ വരുന്നവരൊന്ന്, ബിഹേവിയറിന്റെ ബേസിസിൽ വരുന്ന, അങ്ങനെ പല പല സെഗ്മെന്റുകളായിട്ട് നമ്മൾ ഒരു 5-6 സെഗ്മെന്റുകളായിട്ട് അവരെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് വെച്ചു. ഇനി അതിനുശേഷം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ബിസിനസ്സിന് എന്ത് കിട്ടി? ആ ഒരു സെഗ്മെന്റേഷനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള നോളജ് കിട്ടി. അപ്പൊ അവർക്കറിയാം ഈ 5 സെഗ്മെന്റും ഏതിന്റെയൊക്കെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു പിക്ചർ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബിസിനസ്സിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആ ഗ്രൂപ്പിന് എന്താണ് വേണ്ടത്? വാട്ട് ദ ഗ്രൂപ്പ് വാണ്ട്സ്, ഗ്രൂപ്പിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ നീഡ് എന്താണ്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ആർക്കുണ്ട്? ബിസിനസ്സിനുണ്ട്. കാരണം എന്താണ്? ഇങ്ങനെ ആ ഹോൾ മാർക്കറ്റിന് സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ബിസിനസ്സിന് അവർ റിസർച്ച് വർക്ക്, മാർക്കറ്റിംഗ് റിസർച്ച് ഈസി ആയിട്ട് ക്യാരി ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം പല പല സ്മോൾ ഗ്രൂപ്പുകളല്ലേ, അപ്പോൾ അവർക്ക് മാർക്കറ്റിംഗ് റിസർച്ച് ഈസി ആയിട്ട് ക്യാരി ഡൗൺ ചെയ്യാനും പറ്റും. ആ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സും എന്താണോ അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ വാൻസ് എന്താണ്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു മാർക്കറ്റിൽ നിന്നും അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലിയർ നോളജ് ആർക്ക് കിട്ടി? ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പം അവിടെ അവർ മനസ്സിലാക്കി ആ ഒരു കസ്റ്റമേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, ലൈക്ക് കസ്റ്റമേഴ്സിന്റെ നീഡ് എന്താണ്, വാൻസ് എന്താണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് അവർ എന്ത് ചെയ്തു? അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ട്രീറ്റിംഗ് the customer as a single mass or companies can be treated as a എന്തായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്? ട്രീറ്റഡ് ദം ആസ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് സ്പെസിഫിക് ഡിസൈർ. അതായത് ഒരു ഗ്രൂപ്പ് കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഏജിന്റെ ബേസിസിൽ വരുന്ന അത്രയും കസ്റ്റമറിനെ മാത്രം അവർ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ അവരെ ആരെ ഫോക്കസ് ചെയ്യേണ്ട? ഇൻകത്തിന്റെ ബേസിസിലുള്ളവരെ ഫോക്കസ് ചെയ്യേണ്ട. ആ ഒരു സെഗ്മെന്റ് ഏജിന്റെ ബേസിസിലാണെങ്കിൽ ആ ഏജിന്റെ ബേസിസിലുള്ള ഇൻഡിവിജ്വൽ കസ്റ്റമറിനെ മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ ഒന്നിച്ച് ഈ 5 സെഗ്മെന്റിലും വരുന്ന ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ സെഗ്മെന്റിൽ വരുന്ന ആ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ ആ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കസ്റ്റമറിന്റെ നീഡ് എന്താണ്, വാൻസ് എന്താണ്, എക്സ്പെക്ടേഷൻ എന്താണെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും.
അപ്പം അതായിരിക്കും കുറച്ചുകൂടെ അവർക്ക് ഈസി. അപ്പോൾ അവരുടെ ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, എഫോർട്ട് സേവ് ചെയ്യാൻ പറ്റും. അവരുടെ നേച്ചർ അറിഞ്ഞാൽ അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബിസിനസ്സിനെ സഹായിക്കുന്നതൊന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കിയേ, ഒരു ഫിറ്റ്നസ് ബ്രാൻഡ് സെഗ്മെന്റ് ഇൻറ്റു മാർക്കറ്റ്. ആ ഒരു ഫിറ്റ്നസിൻ്റെ നമ്മുടെ ജിമ്മിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിറ്റ്നസ് സെൻറ്റേഴ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ്. ബിഗിനേഴ്സ് കാണും, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ യോഗ എന്തൂസിയാസം ഉള്ള ആൾക്കാരായിരിക്കും. ഇങ്ങനെ പല കാറ്റഗറി വരുന്ന ആൾക്കാരായിരിക്കും ആ ഒരു ഫിറ്റ്നസ് സെന്ററിലേക്ക് വരുന്നത്. ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ് ഡിഫറെന്റ് കോൺസെപ്റ്റ്. ഇപ്പൊ ഈ വരുന്ന ഇത്രയും ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള കോൺസെപ്റ്റ് ആയിരിക്കത്തില്ല അവർക്ക് കിട്ടുന്നത്. ഇപ്പൊ ബിഗിനേഴ്സിന് കിട്ടുന്ന കോൺസെപ്റ്റ് ആയിരിക്കത്തില്ല യോഗ ഫോക്കസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റേഴ്സിന് കിട്ടുന്ന കോൺസെപ്റ്റ് ആയിരിക്കത്തില്ല ആർക്ക് കിട്ടുന്നത് യോഗ എന്തൂസിയാസം ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. അപ്പൊ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സെഗ്മെന്റിന്റെ ബേസിസിൽ വരുന്ന കസ്റ്റമറിന് കിട്ടുന്ന കോൺസെപ്റ്റ് എന്ത് തന്നെയാണ്, ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. ഡിഫറെന്റ് പ്രോഡക്ട്സുകളായിരിക്കും അവർക്ക് കിട്ടുന്നത്, ഡിഫറെന്റ് ഗൈഡൻസ് ഒക്കെ ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ആ ഒരു ഫിറ്റ്നസ് സെന്ററിലുള്ള ആ വരുന്ന ആൾക്കാരെ, ആ ഒരു കസ്റ്റമറിനെ അവരുടെ നീഡ്സ് എന്താണോ അല്ലെങ്കിൽ വാൺസ് എന്താണോ അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അവരെ അപ്പോൾ എന്ത് ചെയ്തു, പല പല സെഗ്മെന്റുകളായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന അവരെല്ലാവരും കൂടെ ഏത് കാറ്റഗറി കൊണ്ടുവന്നു, ബിഗിനേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി വരുത്തി. അപ്പോൾ അവരെന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ ആ കമ്പനീസിന് ആവശ്യമായിട്ടുള്ള നീഡ്സ് ആൻഡ് വാൺസ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പിന്നെ വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ കേസ് ആണെങ്കിൽ അവരെ ആ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി യോഗ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അവരെല്ലാം കൂടെ ആ ഒരു ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ ഓരോ ഹോൾ മാർക്കറ്റിനെ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അവർക്ക് ആ ഒരു കസ്റ്റമറിന്റെ നീഡ്സ്, സ്പെഷ്യൽ നീഡ്സ് എന്താണ്, വാൻസ് എന്താണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമറിന് ബേസിക് ആയിട്ട് വേണ്ട അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്താണ്, കസ്റ്റമറിന്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നീഡ്സ്, വാൻസ്, അവരുടെ എക്സ്പെക്ടേഷൻ ആണ്. ദെൻ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്, മോർ ടാർഗറ്റഡ് ആൻഡ് ഇഫക്റ്റീവ് മാർക്കറ്റിംഗ്. നമുക്ക് ആ ഒരു ഏരിയാസിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാം. ആ കൂടുതൽ ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് കൊടുക്കാൻ പറ്റും. മുമ്പത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം, ഫിറ്റ്നസ് സെന്റേഴ്സിനകത്ത് വരുന്ന ബിഗിനേഴ്സ് കാണും. അപ്പോൾ അവരെ ആയിരിക്കും ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ആ വരുന്ന ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏരിയാസിൽ മാത്രം അവരെന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതാണ് അവരുടെ എന്തെന്ന് പറയുന്നത് ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് ലിഫ്റ്റേഴ്സ് വരുവാണെങ്കിൽ അവരാണ് ആ ഫിറ്റ്നസ് സെന്റേഴ്സിന്റെ എന്തെന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതിന്റെ ബേസിസിലാണോ നമ്മൾ ആ ഹോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് പല പല സെഗ്മെന്റുകൾ ആക്കിയേക്കുന്നത് ആ ഒരു ഏരിയാസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഏരിയാസ് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇഫക്റ്റീവായിട്ട് ക്യാരി ഡൗൺ ചെയ്യാൻ പറ്റും. എന്തോ പറഞ്ഞിരിക്കുന്നത്, റാദർ ദാൻ സെൻഡിങ് വൺ ജനറിക് മാർക്കറ്റിംഗ് മെസ്സേജസ് ടു എവരി വൺ, the business can craft a specific message to resonate with each segment. ഈ എല്ലാ ഗ്രൂപ്പിനും കൂടെ വേണ്ടി നമ്മൾ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെസ്സേജ്, നമ്മളിവിടെ മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഒന്നിച്ചുള്ള ഒരു മാർക്കറ്റാണ്. അവിടെ നമ്മളൊരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ് ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒന്നും ആപ്ലിക്കബിൾ ആവുന്ന മെസ്സേജ് ആയിരിക്കത്തില്ല. അപ്പം അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ കാണും, അവരായിരിക്കും മെസ്സേജ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ബാക്കിയുള്ളവർ അതെന്താണ് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്ത് കളയുക. അപ്പം നമ്മൾ ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഏത് ടാർഗറ്റഡ് ഗ്രൂപ്പാണോ അക്യൂർ ചെയ്തതെന്നുള്ളത് ചിലപ്പോൾ ബിസിനസ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയും ഈ മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റഡ് ഏരിയാസിൽ മാത്രം അവർക്ക് ആ മെസ്സേജ് എന്ത് ചെയ്താൽ മതി, അവർക്ക് എന്ത് ചെയ്താൽ മതി, എക്സ്പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുകാർ ആ മെസ്സേജ് എന്ത് ചെയ്യും, അവർ അത് എന്ത് ചെയ്യും, ഗ്രാസ്പ് ചെയ്തോളും. അപ്പോൾ ആ ഒരു ടാർഗറ്റഡ് ആ ഒരു ഫാക്ടേഴ്സിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്ത് നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഇംപ്രൂവ് ദെയർ റിലവൻസ്, അവരുടെ റിലവൻസ് ഫാക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ കണക്ഷൻസ് ആൻഡ് ആക്ഷൻസ് ക്യാൻ ബി ഓൾസോ ഇംപ്രൂവ്ഡ് ആൻഡ് ഓൾസോ ഫോക്കസ് ഓൺ ദാറ്റ് ടാർഗറ്റഡ് ഏരിയാസിൽ ഫോക്കസ് ചെയ്യാനും പറ്റും. അതുപോലെ ഇഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവർക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും.
ദെൻ മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണ്? ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒരു ബൾക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വളരെ തുച്ഛമായിട്ടുള്ള റിസോഴ്സസുകളായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ, ചിലപ്പോൾ മിനിമം റിസോഴ്സ് ആയിരിക്കും, ചിലപ്പോൾ മാക്സിമം റിസോഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിത് ഗ്രൂപ്പായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാതെ ഒന്നിച്ചൊരു മാർക്കറ്റിലേക്ക് ഈ റിസോഴ്സസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ആ റിസോഴ്സസ് എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ അവരത് എന്താവത്തില്ല, ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യത്തില്ല, അത് യൂസ് ചെയ്യത്തില്ല. അത് പല രീതിയിൽ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റിസോഴ്സസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആവുന്ന റിസോഴ്സ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും അത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റാത്തൊരു കേസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ലിമിറ്റേഷൻസ് വന്നാൽ അതൊക്കെ ഓവർകം ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ മാർക്കറ്റിനെ എന്ത് ചെയ്തേക്കുന്നത്, ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിസോഴ്സസ് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തേക്കുന്ന റിസോഴ്സസ് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇഫക്റ്റീവായിട്ട് നമുക്ക് റിസോഴ്സസിനെ എന്ത് ചെയ്ത് പോകാൻ പറ്റും, മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷനോ മിസ്യൂസോ ഒന്നും ഇല്ലാതെ ഇഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ എന്ത് ചെയ്ത് പോകാൻ പറ്റും, മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എനേബിൾ മാനേജ്മെന്റ് ടു കോൺസെൻട്രേറ്റ് ഓൺ എ പർട്ടിക്കുലർ കസ്റ്റമർ. ഇങ്ങനെ മാർക്കറ്റിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കറ്റ് ആ ഒരു കസ്റ്റമറിനെ മാത്രം എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണെങ്കിൽ ഏജിന്റെയും ജെൻഡറിന്റെയും ബേസിസിലുള്ള ആൾക്കാരെ മാത്രം നോക്കി വെച്ചാൽ മതി. ഇനി എന്താണ് സൈക്കോളജിക്കലിന്റെ ബേസിസിലാണെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാർ, ഇനി ജോഗ്രഫിക്കൽ ഏരിയാസിന്റെ ബേസിസിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതിന്റെ ബേസിസിലാണോ നമ്മൾ ആ ഹോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആ ഒരു ഏരിയാസിൽ മാത്രം നമ്മൾ എന്ത് കൊടുത്തേച്ചാൽ മതി, ഫോക്കസ് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയാസിന്റെ ടാർഗറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് പ്രീഷ്യസ് ആയിട്ട് വേണ്ടിയുള്ള അപ്രോച്ചസ് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാൻസും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഓവർ മിസ്യൂസോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനോ ഒന്നും അവിടെ വരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു മാർക്കറ്റിനെ പറ്റി എന്ത് ചെയ്തു, സ്റ്റഡി നടത്തിയതിന് ശേഷം ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്ത് ആ ഓരോ ഗ്രൂപ്പിനും വേണ്ടിയുള്ള റിസോഴ്സ് എത്ര വേണം എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് അവരുടെ നീഡ്സും വാൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വരുന്നില്ല, വേസ്റ്റേജ് വരുന്നില്ല, ഇനി മിസ്യൂസ് വരത്തില്ല, എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും അവിടെ വരത്തില്ല. കാരണം നമ്മൾ റിസോഴ്സസിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇഫക്റ്റീവായിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നെന്ന് പറയുന്നത് കസ്റ്റമറിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ടാർഗറ്റഡ് ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇഫക്റ്റീവായിട്ട് ആപ്ലിക്കബിൾ ആക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തിൻ്റെ യൂട്ടിലൈസേഷന് സഹായിക്കുന്നു, റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്ത എന്താണ്, ഹയർ സക്സസ് റേറ്റ് ആണ്. അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഇതെന്ന് പറയുന്നത് ഹയർ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് നമ്മൾ ഈ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ചുമ്മാ കയറി മാർക്കറ്റിനെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മാർക്കറ്റ് ഏത് നേച്ചറിൽ വരുന്ന ഏത് ടൈപ്സ് ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ഏത് നേച്ചർ ഓഫ് മാർക്കറ്റ് ആണെന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യുക. ദെൻ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സ് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ മാർക്കറ്റിനെ എന്ത് ചെയ്യാൻ പറ്റൂ, സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് സെഗ്മെന്റേഷനകത്ത് ആദ്യം നമ്മൾ എന്തിനെ പറ്റി സ്റ്റഡി ചെയ്യുക, മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുക. ദെൻ അതിന് ശേഷമാണ് ഓൾ മാർക്കറ്റിനെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, സബ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താ സ്മോൾ പോർഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ മാർക്കറ്റിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ മാർക്കറ്റ് ഏതാണ്, ആ മാർക്കറ്റിനകത്ത് വരുന്ന കസ്റ്റമറിന്റെ നേച്ചർ എന്താണ്, മാർക്കറ്റ് എന്താണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അവരുടെ നീഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് നേരത്തെ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ വരുന്ന ഒരു ലിമിറ്റേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാനും പറ്റും. എന്താണ്, റിസ്ക് ഓഫ് ലോസ് എന്ന് പറയാൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ ലോസും നമ്മൾ എന്ത് ചെയ്തു, സ്റ്റഡി നടത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ലോസ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ലോസ് ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു കളഞ്ഞു. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഓർഗനൈസേഷൻ എന്തുമായിരിക്കും അച്ചീവ് ചെയ്യുന്നത്, സക്സസ് ആയിരിക്കും അച്ചീവ് ചെയ്യുന്നത്. അറ്റ് ഹൈ റേറ്റിലായിരിക്കും അവർ എന്ത് അച്ചീവ് ചെയ്യുന്നത്, സക്സസ് അച്ചീവ് ചെയ്യുന്നത്. അതിനെയാണ് ഹയർ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്.
എപ്പോഴാണ് നമുക്ക് ആ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ടു സ്റ്റഡി ദ മാർക്കറ്റ് ആൻഡ് ദർ കസ്റ്റമേഴ്സ്. ആ മാർക്കറ്റിനെ പറ്റി ആ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉള്ള കസ്റ്റമേഴ്സിന്റെ ബേസിക് ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്ന മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തത്. അപ്പം നമുക്ക് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ലോസ് ഇന്ന ഏരിയാസിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യം നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അവിടെ തന്നെ നമുക്ക് മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു ലോസ് എറൈസ് ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഓൾറെഡി നമ്മൾ ആ ലോസ് കണ്ടുപിടിച്ചു, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ പിന്നെ എങ്ങോട്ടായിരിക്കും ലീഡ് ചെയ്യുന്നത്? സക്സസിലേക്കായിരിക്കും പോകുന്നത്. ആ സക്സസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹയർ സക്സസ് റേറ്റ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. അപ്പം നാലാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഹയർ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത അഞ്ചാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? കസ്റ്റമർ റീറ്റൻഷൻ. കസ്റ്റമർ റീറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒരു കാരണമില്ലാതെ ആ ഒരു ഫേമിൻ്റെ പ്രോഡക്ട്സ് വാങ്ങുന്നതിൽ നിന്ന് വിട്ടു പോകുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് കസ്റ്റമറിനെ ആ ഒരു ഫേമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ പ്രോഡക്ട്സ് തന്നെ പർച്ചേസ് ചെയ്യാൻ അവരെ എന്ത് ചെയ്യാണ്? മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുവാണ്. അതാണ് കസ്റ്റമർ റീറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് വെക്കുക. നമുക്കറിയില്ല കസ്റ്റമർ എന്ന് പറയുന്ന ആരാണ്? ആ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിങ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കിങ് അല്ലെങ്കിൽ എംപറർ എന്നൊക്കെയാണ് നമ്മൾ ആരെ അറിയപ്പെടുന്നത്? കസ്റ്റമറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഫേമിൽ നിന്നും ഒരു കസ്റ്റമർ വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ ആ ഫേമിൻ്റെ എൻറ്റയർ ബാലൻസിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി ഫാക്ടേഴ്സിനെ വരെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാൻസും എക്സ്പെക്റ്റേഷനും ഒക്കെ അറിഞ്ഞിട്ട് അവരെന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് എന്താണോ അല്ലെങ്കിൽ അവരുടെ വാൻസ് എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവരെ എന്ത് ചെയ്യുകയാണ്? ആ മാർക്കറ്റിങ്ങിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ റീറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതെന്തല്ല ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അത് വളരെ ഡിഫിക്കൽട്ട് ടാസ്കുമാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ടാസ്ക് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്കും കൂടെയാണ് എന്തെന്ന് പറയുന്നത്? റീറ്റെയിനിങ് ദെയർ കസ്റ്റമേഴ്സ്. അവരുടെ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക എന്നുള്ളത്? റീറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് ആ ഒരു കസ്റ്റമറിൻ്റെ എന്താണ് വാൻസ് എന്താണ്, നീഡ്സ് എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു 100 കസ്റ്റമറുണ്ട്. ഈ 100 കസ്റ്റമേഴ്സിൻ്റെയും നീഡ്സും വാൻസും എക്സ്പെക്റ്റേഷനും എന്തല്ല, ഒരിക്കലും അത് സെയിം അല്ല. ഇറ്റ് ഈസ് വെരി ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സെയിം ആയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിനെ എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ സെഗ്മെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെഗ്മെൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? കസ്റ്റമറുടെ നീഡ് എന്താണോ അല്ലെങ്കിൽ അവരുടെ വാൻസ് എന്താണോ അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ആൻഡ് ദ സെയിം അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൻസ് ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്.